വിനീഷ്യസ് ജൂനിയർ എങ്ങോട്ടുമില്ല, റയലിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ കേട്ട ഏറ്റവും വലിയ ട്രാൻസ്ഫർ ന്യൂസുകളിലൊന്നാണ് വിനീഷ്യസ് ജൂനിയർ ടു ആർസണൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിനി റയൽ മാഡ്രിഡ് വിടാൻ പോവുകയാണ് എന്നുള്ളതും. കാരണം 2027 കൂടി അദ്ദേഹത്തിന്റെ റയലുമായിട്ടുള്ള കരാറ് പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. സോ അടുത്ത വർഷത്തോടു കൂടി അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിട്ട് മാറുകയാണ്. ഇനിയൊരു പക്ഷേ റയല് വിനിക്ക് മുമ്പിൽ ഒരു കരാറ് നൽകിയില്ല എന്ന് കരുതുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? അടുത്ത വർഷം ഫ്രീ ഏജന്റ് ആയിട്ട് നിൽക്കുന്ന വിനിയെ തേടി പല ക്ലബ്ബുകളും രംഗത്ത് വരും, പല ഓഫറുകളും നൽകും. ഇനിയൊരു പക്ഷേ ആ ഒരു ഓഫർ വിനി സ്വീകരിക്കുകയാണെങ്കിലോ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അവർക്കൊരു ട്രാൻസ്ഫർ ഫീ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ എന്തായാലും ആ ഒരു ട്രാൻസ്ഫർ ഫീ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. വിനിക്ക് മുമ്പിൽ നല്ലൊരു കരാറ്, നല്ലൊരു കോൺട്രാക്റ്റ് നൽകുക. ഇനി ഒരു പക്ഷേ വിനി അത് നിരസിക്കുകയാണെങ്കിൽ കൂടി ആ ഒരു ട്രാൻസ്ഫർ ഫീ സംരക്ഷിക്കാൻ റയൽ മാഡ്രിഡിന് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും വിനീഷ്യസ് ജൂനിയറും റയലുമായിട്ട് ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ആ അവ്യക്തത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആ ഒരു കോൺട്രാക്റ്റ് ഇങ്ങനെ നീണ്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൽ പ്രധാനമായിട്ടും വിനീഷ്യസ് ജൂനിയർ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു സാലറി റയൽ മാഡ്രിഡിന് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്, വിനീഷ്യസ് ജൂനിയർ 30 മില്യണാണ് വിനീഷ്യസിന്റെ ക്യാമ്പ് ആവശ്യപ്പെടുന്നത് റയലിനോട്. എന്നാൽ റയൽ മാഡ്രിഡ് പറയുന്നത് 20 to 24 മില്യൺ വരെയാണ് അവർക്ക് നൽകാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡ് പിന്നീട് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പേഴ്സണൽ പെർഫോമൻസിന്റെ ബോണസും കൂടി ആഡ് ചെയ്തുകൊണ്ട്, അങ്ങനത്തെ ചില ബോണസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് 30 മില്യന്റെ അടുത്ത് എത്തുന്ന ഒരു തുകയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിനീഷ്യസ് ജൂനിയർ ഒരു കോൺട്രാക്റ്റിന് സമ്മതമാണെങ്കിൽ മാത്രമാണ് ആ ഒരു കോൺട്രാക്റ്റ് മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ മറുഭാഗത്ത് ആർസണലിനെ സംബന്ധിച്ച് എന്താണ്, വിനീഷ്യസ് ജൂനിയർ എന്താവശ്യപ്പെടുന്നുവോ അത് നൽകാൻ ഇവിടെ ആർസണൽ തയ്യാറായിട്ട് നിൽക്കുകയാണ്. വിനിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് ഇപ്പുറത്ത് ആർസണൽ എന്തെങ്കിലും സ്കോപ്പ് ഈ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടതിൽ, ഈ ഒരു വിനീഷ്യസ് ജൂനിയറിനെ സൈൻ ചെയ്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആർസണലിന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ പുറത്ത് നിന്നിട്ട് ഇവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുക മാത്രമാണ് ആർസണലിന് ചെയ്യാനുള്ളത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിനീഷ്യസ് ജൂനിയർ റയലിൻ്റെ ആ ഒരു ഡിമാൻഡ് അംഗീകരിച്ചുവെന്നും അവർ പുതിയൊരു കോൺട്രാക്റ്റ് പുതുക്കാൻ പോകുകയാണ് എന്നാണ് ഇപ്പോൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ കൂടി പുറത്തു വരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. വിനിയും റയലുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജോസെ വരെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് വരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ജോസെ വരെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിനിയും എംബാപ്പയും ബെല്ലിംഗ്ഹാമും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഗലാക്റ്റിക്കോസിനെ ഒരുമിച്ച് പരിശീലിപ്പിക്കാൻ അവസരം ലഭിക്കണം എന്നൊക്കെ ജോസെ മൗറിഞ്ഞോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിനീഷ്യസ് ജൂനിയറുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇൻവോൾവ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിന്റെ ആ ഒരു ഡിമാൻഡ് മുഴുവൻ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഒഫീഷ്യൽ അല്ലെങ്കിൽ കൂടി ഒരുപക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ, വിനീഷ്യസ് ജൂനിയറിന് മറ്റൊരു ക്ലബ്ബ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലോ, പ്രീമിയർ ലീഗ് പോലത്തെ മുൻ ചാമ്പ്യന്മാർ, പ്രീമിയർ ലീഗ് ജേതാക്കളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം വിനീഷ്യസിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ടീം വിടാൻ ഒരു സൂപ്പർ സ്റ്റാറാണ്. ഇപ്പോൾ നിലവിൽ ലോക ഫുട്ബോളിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ. അദ്ദേഹത്തിന് എന്തും നൽകാൻ, അദ്ദേഹം എന്താവശ്യപ്പെടുന്നുവോ അത് നൽകാൻ നിൽക്കുന്ന ആർസണൽ അങ്ങനെ പുറത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഇനി എന്താണ് മുമ്പോട്ടുള്ള കാര്യം എന്നുള്ളതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസാണ് റോഡ്രി ടു ബാർസലോണ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിരുന്നത് റോഡ്രി ടു റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു വാർത്തയാണെങ്കിൽ ഇപ്പോൾ ഇതാ റോഡ്രിയെ തേടി ബാർസലോണയും രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതെങ്ങാനും നടന്നാൽ ഒരു ഗ്രേറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും, ഒരു ഗ്രേറ്റ് സൈനിങ് ആയിരിക്കും ബാർസലോണ നടത്താൻ പോകുന്നുണ്ടാവുക. നമുക്കറിയാം, വേൾഡ് കപ്പ് ജേതാവാണ്, വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആണ്, ഗോൾഡൻ ബോൾ ജേതാവാണ്. അങ്ങനത്തെ ഒരു താരത്തിനെ, ആ ഒരു അത്രയും ഹൈ പ്രൊഫൈലുള്ള ഒരു താരത്തിനെ ബാർസലോണയുടെ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ കൈകാര്യം ചെയ്യാൻ ലംബോർട്ട കൊണ്ടുവരാൻ സാധിച്ചാൽ അതൊരു ഗ്രേറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. ആ ഒരു സ്ക്വാഡിൽ തന്നെ ഒരു വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സൈനിങ് ആയിരിക്കും റോഡ്രിയുടെ. ബാർസലോണയുടെ ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിലും അതോടൊപ്പം തന്നെ സെൻറ്റർ ബാക്കിൻ്റെ ആ ഒരു പൊസിഷനിലും പല പ്രശ്നങ്ങളും ബാർസലോണ നേരിടുന്നെങ്കിൽ കൂടി ആ ഒരു മിഡ്ഫീൽഡിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ബാർസലോണ നിലവിൽ നേരിടുന്നു. പ്രത്യേകിച്ച് അവരുടെ ഡിജോങ്ങിന് പരിക്ക് പറ്റിയ ഈ സാഹചര്യത്തിൽ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും റോഡ്രി എന്ന് പറയുന്നത്. നമ്മൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ
മാൻ സിറ്റിയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും 1 വർഷത്തെ കരാറും കൂടി അവശേഷിക്കുന്നുണ്ട്. വലിയൊരു ട്രാൻസ്ഫർ ഫീ ഏകദേശം 50 to 70 മില്യൺ വരെയുള്ള ആ ഒരു തുക ഒക്കെ ട്രാൻസ്ഫർ ഫീ ഒക്കെ നൽകിക്കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ബാർസലോണയിലേക്ക് സൈൻ ചെയ്യേണ്ടത്. അതുമാത്രമല്ല ഒരു ഹൈ സാലറിയും കൂടി അദ്ദേഹത്തിന് നൽകേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ലോകകപ്പ് ജേതാവാണ്, ബാലൻഡിയോർ ജേതാവാണ്, വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയറാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരാൻ ലംബോർട്ടയ്ക്ക് സാധിച്ചാൽ, നമ്മൾ ആ ഒരു വേൾഡ് കപ്പ് ആ ഒരു സ്ക്വാഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡ് നമ്മൾ നോക്കുമ്പോൾ അധികവും ബാർസലോണ താരങ്ങളാണ് എന്നുള്ളത്. അതേ രീതിയിലേക്ക് ബാർസലോണയെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പെട്രിയും ഓൾമോയും റോഡ്രിയും കുബാർസിയും യമാലും അങ്ങനെ തുടങ്ങിയ ഒരു പ്രഗത്ഭരായ ഒരു നിരയെ തന്നെ ബാർസലോണക്ക് ലഭിക്കും. അതുമാത്രമല്ല ഒരു ഡിഫൻസിലേക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ബാർസലോണ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ലംബോർട്ടയെ കൂടിയാണെങ്കിൽ, നമ്മൾ വേൾഡ് കപ്പിലൊക്കെ കണ്ട ആ ഒരു ഗോൾ കൺസീഡ് ചെയ്യാതെയുള്ള ആ ഒരു സ്ട്രൈക്ക് ഇവിടെ ബാർസലോണയിലും നമുക്ക് കാണാൻ സാധിക്കും. കുബാർസിയും ലംബോർട്ടയും നയിക്കുന്ന ആ ഒരു ഡിഫൻസിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് റോഡ്രിഗോ കൂടി നിൽക്കുമ്പോൾ പിന്നെ ഏത് അറ്റാക്കേഴ്സിനായിരിക്കും ആ ഒരു ഡിഫൻസിനെ കടപ്പുവയ്ക്കാൻ സാധിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഈ റോഡ്രിഗോയുടെ സൈനിങ് ബാർസലോണയെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. പക്ഷേ 50-60 മില്യൺ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഫീ ഒക്കെ നൽകി ബാർസലോണക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡും അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ 2 ന്യൂസുകളും കൺഫേം ആയിട്ടുള്ള ന്യൂസുകളല്ല, രണ്ടും റൂമറുകൾ മാത്രമാണ്. ആദ്യ ന്യൂസ് ആയിട്ടുള്ള റയൽ മാഡ്രിഡ് വിനീഷ്യസ് ജൂനിയറിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമോ, എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ യെസിൻ്റെ മുമ്പിലാണ് റയൽ മാഡ്രിഡ് ആയാലും ആർസണലായാലും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ റോഡ്രിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി റോഡ്രിക്കുള്ള ആ ഒരു ബോണസൊക്കെ നൽകിക്കൊണ്ട്, ആ ഒരു ട്രാൻസ്ഫർ ഫീ ഒക്കെ നൽകിക്കൊണ്ട് ബാർസലോണക്ക് സൈൻ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് അദ്ദേഹത്തിനെ സൈൻ ചെയ്യുമോ എന്നുള്ളതൊക്കെ ഒരു ഒഫീഷ്യലായിട്ട് വന്ന ന്യൂസുകളല്ല. എന്തായാലും അതൊക്കെ രണ്ടും അവരുടെ കാര്യങ്ങൾ, അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അടുത്ത വീഡിയോ വരെ കാണാം. ഓക്കെ.